ലക്ഷത്തിലേറെ കാണികളെ സാക്ഷി നിർത്തിയാണ് സോരിയും സംഘവും അഹമ്മദാബാദിൽ കിരീടം ചൂടിയത്. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ആരാധകരുടെ പ്രതികരണം കൂടി കേൾക്കാം. വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കേരളീയർ മാത്രം വളരെ അഭിമാനത്തോടും പ്രതീക്ഷയോടും കാത്തിരുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ ആ പ്രതീക്ഷയോടാണ് ഇവിടെ വന്നത്. അവർക്ക് എല്ലാവർക്കും സഞ്ജു ആ ഒരു സമ്മാനം നൽകുന്നു. ഇതുപോലെ ഒരു മലയാളി താരത്തെ ഈ തരത്തിൽ ആഘോഷിക്കുന്നത് അധികം അഭിമാനം എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു ഇന്ത്യ ഫൈനലിലെത്തി എവിടെയായിരുന്നു കളിക്കണമെന്നുണ്ടെങ്കിൽ. ആക്ച്വലി ശ്രീലങ്കയിലത്തേക്ക് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ കളി ഇവിടെ ആയിരുന്നു. സോ അതുകൊണ്ട് വന്നു. ഇന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവിടെ അനൗൺസ് ചെയ്യുമ്പം ആ ഗാലറി മുഴുവൻ സഞ്ജുവിന് വേണ്ടി വിളിക്കുകയായിരുന്നു. വാങ്കഡയിലെ സ്റ്റേഡിയം രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്നെ ധോണിക്ക് ശേഷം ഇന്നലെ സെമി ഫൈനലിൽ ആർത്ത് വിളിച്ചത് സഞ്ജുവിന് വേണ്ടിയാണ്. ഇതൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിച്ചതാണ്. 11 വർഷം സഞ്ജു അടിപൊളി കളിയായിരുന്നു. മികച്ച കാഴ്ച വെച്ചു സഞ്ജുവിന്. അടിപൊളി കളിയായിരുന്നു. ഇനി സഞ്ജുവിനെ ഒഴിവാക്കാൻ പറ്റൂല. BCCIക്ക് സ്ഥിര സാന്നിധ്യമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സഞ്ജു സ്ഥിര സാന്നിധ്യമായിരിക്കും ഇന്ത്യൻ ടീമിൽ. എന്തായാലും ഇന്ത്യ 81 റൺസ് സഞ്ജു അടിച്ചതിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജയിക്കാൻ ഒരു സഞ്ജു തന്നെ ആയിരിക്കും. അവൻ തന്നെയാണ്, വേറെ മാറ്റേയില്ല. ചേട്ടാ, ഈ പറയുന്ന ഒരു ഡു ഓർ ഡൈ മാച്ചസിൽ 3 മാച്ച് 80s 90s അടിച്ച് ഒരു ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു പ്ലെയർ എന്റെ ഓർമ്മയിലില്ല. ആദ്യമായിട്ടാണ് 2007 ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ശ്രീശാന്തിന് ക്യാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വിജയത്തിന് മുത്ത് സഞ്ജുവിന്റെ 3 ഇന്നിംഗ്സ് അതാണ് ഇന്ത്യയുടെ കിരീടത്തിൽ നയിച്ചത്. ഫൈനലിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഴിവാണ്. മത്സരങ്ങളിലെ കുടുംബത്തിന്റെ അവസരങ്ങൾ ഇതേപോലെ അവസരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടണം. ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അവസരങ്ങൾ കിട്ടാതെ ഒരുപാട് കടപ്പുറം തീർച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇതേപോലെ അവസരം കൊടുത്ത് അതിന് മുന്നോട്ട് വന്ന് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഒരുപാട് കളിക്കാരന്മാർ ഒരുപാട് കടമയിലുണ്ട്. അതേപോലെ അവസരങ്ങൾ കൊടുത്ത് പാഴാക്കാതെ അതേപോലെ അവസരങ്ങൾ കൊടുക്കുക. ഇതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കളി ജയിച്ച് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഞങ്ങൾ ജയിച്ച് സഞ്ജുക്ക് തടവന്റെ ഒരു മറുപടിയാണിത്. ഇത് അറബിക്കടലിന്റെ ശക്തിയാ, മലയാളിയുടെ ശക്തിയല്ല, അറബിക്കടലിന്റെ ശക്തിയാ, മുക്കോന്റെ ശക്തിയാ. അതാണ് ഇപ്പൊ കാണിച്ചത്. കണ്ടോ തുടക്കം മുതലേ നമ്മുടെ ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസത്തോടെ അദ്ദേഹം കളിച്ച് മുന്നേറുവാൻ വളരെ പരിശ്രമിച്ചു. എന്നാൽ ഒരുപാട് എന്താ പറയുക വിമർശനങ്ങളെല്ലാം മനസ്സിൽ ഏറ്റിക്കൊണ്ട് അദ്ദേഹം വളരെ ക്ഷമയോടെ ടീമിന് വേണ്ടി പോരാടുവാൻ വളരെ പരിശ്രമിച്ചു. ഈ കിരീടം സ്വന്തമാക്കി കൊടുത്ത സഞ്ജു സാംസൺ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി. സഞ്ജു ഈ മണ്ണിൽ മനുഷ്യൻ സഞ്ജു.